കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കേട്ടോ. മോനുവിനാണെങ്കിൽ അവിടുത്തെ പാട്ടും അതൊക്കെ കണ്ടുകൊണ്ട് അവൻ കുറച്ച് നേരം ഫ്രണ്ടിലോട്ട് പോയി ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. എന്നിട്ട് നമ്മൾ തിരികെ നമ്മൾ റൂമിലോട്ട് പോയി. റൂമിലുള്ള ഈ പൂവിൽ ഇത് കദളിപ്പൂ എന്നാണോ പറയണേ? ഏത് പൂവെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ വീട്ടിലിടയ്ക്ക് വാങ്ങി വെച്ചിരുന്ന പൂവ് കേട്ടോ. ഒട്ടകത്തിൻ്റെ പുറത്തുള്ള പരിപാടി അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ ഈ പാർക്ക് എടുത്തു പറയേണ്ടതാണ്. അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും അവർ. എനിക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളല്ല, നമുക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാൻ ഊഞ്ഞാലൊക്കെ ആടിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ ഒരു തടിയുടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നേ. നമ്മൾ അങ്ങോട്ട് താഴോട്ട് പോയില്ല. അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി വന്ന ഉടൻ തന്നെ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് സാരി അങ്ങ് മാറ്റി കേട്ടോ. നമുക്ക് സാരി മാറ്റുമ്പോൾ തന്നെ നമ്മൾ എന്നും ഉടുക്കുന്ന സംഭവമല്ലല്ലോ. നമ്മുടെ അമ്മമാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. അവർ ഉടുക്കുന്നത് കൊണ്ട് അത് അവർക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കൈ കിട്ടി 2 ടോപ്പും 2 പാൻറ്റും അത് മാത്രം എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. കൈ കിട്ടിയ സംഭവം എന്താണോ അത് എടുത്തുകൊണ്ട് ഇറങ്ങിയായിരുന്നേ. അതുകൊണ്ട് തന്നെ വന്നിട്ട് അതങ്ങ് മാറ്റി. അപ്പോൾ തന്നെ ഞാൻ ഹാപ്പി ആയി കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇവിടെയൊക്കെ മോനുവിന് കളിക്കണം എന്ന് പറഞ്ഞ് ഈ വെള്ളത്തിലുള്ള സംഭവത്തിലൊന്നും മോനുവിനെയും നന്ദുവൊന്നും കയറിയില്ല കേട്ടോ. ഇതിൽ കുറച്ച് വലിയ ആൾക്കാർക്കേ കയറാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഒരു ഇത് കണ്ടില്ലേ, റൗണ്ട് പോലത്തെ, അതിൽ കൂടി കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട്. വെള്ളം അത്ര നല്ലതല്ലെന്ന് തോന്നി കേട്ടോ എനിക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങോട്ട് കയറണ്ട. പിന്നെ നമ്മൾ റൂമിലോട്ട് പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് പോകണമായിരുന്നു. നമ്മൾ 2 ദിവസത്തെ ട്രിപ്പായിരുന്നു കേട്ടോ. ഒരു ദിവസം കല്യാണം, പിന്നെ അന്ന് വൈകുന്നേരവും, അടുത്ത ദിവസം 2 ദിവസം ട്രിപ്പല്ല കേട്ടോ, 1.5 ദിവസം. 1.5 ദിവസം എന്ന് പറയാൻ പറ്റില്ല, 1.25 ദിവസം. അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ചും കൂടി അവിടുത്തെ സ്ഥലങ്ങളും കുറച്ചും കൂടി എല്ലാം അറിയാമായിരുന്നെങ്കിൽ അടിപൊളി ട്രിപ്പായി എന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഉള്ളിലോട്ടൊക്കെ നല്ല നല്ല വെള്ളം, വാട്ടർഫോൾസിൻ്റെയൊക്കെ സ്ഥലങ്ങളും ഒക്കെ ഉള്ളതായിട്ട് എനിക്ക് അറിയാമേ. നമ്മൾ സത്യം പറഞ്ഞാൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ പോയതല്ലേ. അതുകൊണ്ട് ജസ്റ്റ് അങ്ങ് പോയി, കല്യാണത്തിന് പോയി. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെ ആനക്കുളം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് നിന്ന് 50 കിലോമീറ്റർ അകലെയാണ് ഈ ആനക്കുളം. എനിക്ക് ഭയങ്കര മടിയായിരുന്നു 50 കിലോമീറ്റർ. നമ്മുടെ ഈ ഹൈതല്ലേ, ചുരമല്ലേ, നമുക്ക് തലവേദന, എനിക്ക് മൈഗ്രെയിൻ ഉള്ളതാണ് കേട്ടോ. തലവേദന വരും, ഛർദ്ദിക്കാനൊക്കെ വരും. പോയപ്പോഴൊന്നും കുഴപ്പമില്ല. പിന്നെ രാത്രി ഒരു 3 മണിക്കാണ് നമ്മൾ ഇറങ്ങി, വൈകുന്നേരം 3 മണിക്ക്. അപ്പോൾ നേരത്തെ കണ്ടതുപോലെ ആളുകളെല്ലാവരും ആ വെള്ളത്തിൻ്റെ അടുത്താണ് നിന്നത് കേട്ടോ. ഒരു 5:30 ആയപ്പോൾ നമ്മൾ അവിടെ എത്തി. അപ്പോൾ തന്നെ അവിടുത്തെ ഒരു ഗാർഡ് വന്നിട്ട് 5:15 കഴിഞ്ഞപ്പോൾ എല്ലാവരെയും മേളിലോട്ട് കയറ്റി. ആ സമയത്ത് തന്നെ ആന ഇങ്ങനെ വരുന്നതുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ കണ്ടപ്പോൾ. പോയപ്പോൾ ഞാൻ വേണ്ടായിരുന്നു, ഈ 50 കിലോമീറ്റർ തിരിച്ചും പോകണ്ടേ എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു. പക്ഷേ നല്ല രസം കേട്ടോ ആന ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ. അത് നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നി കേട്ടോ. ആനകളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇത് നമ്മൾ വലിയ ആനയാണ്. ഈ 2 ആന നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ കുഞ്ഞെന്ന് തോന്നും കേട്ടോ. പിന്നെ വന്നതൊക്കെ കുറച്ച് കുഞ്ഞാനകളെ, ഒരു കുഞ്ഞുണ്ടാപ്പിരി ആനകൾ. എന്ത് രസം, ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ മണ്ണ് ദേഹത്തിട്ടിട്ട് അതിങ്ങനെ മണ്ണിലാണ് കുളിച്ച് വരുന്നത്. എന്നിട്ടാണ് ഈ വെള്ളത്തിൽ കളിക്കാൻ വരുന്നത് കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ ഈ ആനയെ കണ്ടപ്പോൾ എനിക്ക് കുഞ്ഞുനാളിലെ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഒരു കുഞ്ഞാനയെ വീട്ടിൽ വേണമെന്നും വീടിനകത്തൂടെയൊക്കെ സഞ്ചരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ആ ഓർമ്മ വന്നിട്ട് ഞാൻ എപ്പോഴും അമ്മയടുത്ത് പറയായിരുന്നു എനിക്കൊരു ആനക്കുട്ടിയെ വേണമ്മ. പക്ഷേ ആ ആന വളരാൻ പാടില്ല, വളർന്നാൽ എനിക്ക് പേടിയാവില്ലേ. അതുകൊണ്ട് അങ്ങനെ ഈ കുഞ്ഞ് ആനക്കുട്ടിയുണ്ട്, അതിനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവർ. അങ്ങനെ നല്ല രസമായിരുന്നു അത്. നമ്മളൊരു 5:45 6 മണി വരെ അവിടെ വെയിറ്റ് ചെയ്തു. 6 മണി. അപ്പം നമുക്ക് പിന്നെ തിരിച്ചു പോകണ്ടേ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ആനകൾ അപ്പോഴും അവിടെ നിൽപ്പുണ്ടായിരുന്നു. കുറേ ആൾക്കാർ കാണാൻ വന്നുകൊണ്ടും ഇരുന്നു കേട്ടോ. ഈ മേളിൽ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. അങ്ങോട്ടൊന്നും നമ്മൾ പോയില്ല. നല്ല രസമാണ്. നമ്മൾ വണ്ടിയിലിരുന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല. നമ്മൾ പോകുന്ന വഴിയിൽ കുറേ ഇങ്ങനെ കണ്ടു. എനിക്ക് ഇടയ്ക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് തലവേദന അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ. ഇനി 50 കിലോമീറ്റർ നമ്മൾ തിരിച്ചു പോകണം. പക്ഷേ എനിക്ക് തോന്നിയത് തലവേദനയൊക്കെ അതിൻ്റെ വഴിക്ക് വരും എന്നുള്ളതാണ് കേട്ടോ. ഞാൻ വന്നിട്ട് ഒമിറ്റ് ചെയ്തായിരുന്നു. എനിക്ക് വഴി വെച്ച് തന്നെ ഒമിറ്റ് ചെയ്തു. അങ്ങനെ മൈഗ്രെയിൻ ഉള്ളവർക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ റൂമിലെത്തിയപ്പോൾ അവിടെ ഈ സ്റ്റാർസും ലൈറ്റും എല്ലാം ഉണ്ടായിരുന്നു. ക്രിസ്മസിന് അവരിട്ടതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് എനിക്ക് എന്നെ ഹാപ്പി ആക്കിയത് അവിടുത്തെ ഈ ഞാൻ പറഞ്ഞില്ലേ പൊന്മുടി ഡാം അടുത്താണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഒച്ചയും ഒരു തണുപ്പും ഭയങ്കര രസമായിരുന്നു.
പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ. ആ സമയത്ത് മോനുവിന് കളിക്കണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കുറച്ച് നേരവും കൂടി അവനെ കളിപ്പിച്ചായിരുന്നേ. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ. പിന്നെ എനിക്ക് യാത്രയെ പറ്റി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് എന്തെങ്കിലും കരുതണം. അതായത് നമ്മൾ എവിടെന്നെങ്കിലും ഫുഡ് അവൈലബിൾ ആവുന്ന സ്ഥലത്തുനിന്ന് വാങ്ങി കരുതണം എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഈ പോകുന്ന വഴിയൊക്കെ ഒരു കാടിൻ്റെ ആ പ്രദേശം ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ കുറേ നേരം വന്നപ്പം ഇങ്ങനെ ഒരു സ്ഥലം കണ്ട്. നല്ല രസമായിരുന്നു സ്ഥലമൊക്കെ. പക്ഷേ നമ്മൾ പോയപ്പോൾ അവിടെ ചമ്മന്തി ദോശയായിരുന്നു. ദോശ തീർന്നു, അല്ല ദോശയുണ്ട്, ചമ്മന്തി തീർന്നു പോയി കേട്ടോ. അപ്പോൾ നമ്മളപ്പോൾ ഇപ്പോൾ ആൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ അരച്ച് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു 10-15 മിനിറ്റോളം നിൽക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ കൂട്ടം കൂടിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേ ഒരു 9:15-9:30 ആയി കേട്ടോ. അപ്പോൾ മോനിന് ഭയങ്കര വിശപ്പ്. ബിസ്ക്കറ്റൊക്കെ കയ്യിലുണ്ട്, പക്ഷേ ആൾക്ക് ബിസ്ക്കറ്റൊന്നും വേണ്ട, ഫുഡ് ദോശയോ അങ്ങനെയുള്ള സാധനങ്ങളാണ് ആൾ ചോദിക്കണത് കേട്ടോ. അപ്പോൾ അത് കുറച്ചൊരു പാടായിരുന്നു യാത്രയിൽ. ഫുഡ് കിട്ടിയാലും അതൊരു അര ദോശയോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് കഴിക്കുമ്പോൾ അവന് വയറ് വീർത്തെന്നാണ് പറയണത് കേട്ടോ. അത് പതിവാണ്. എപ്പോഴാണെങ്കിലും എത്ര വിശന്നാലും ആൾ അങ്ങനെയാണ് ചെയ്തത്. ഇപ്പോഴും അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഈ പോകുന്ന വഴിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര നിറച്ചും ഈ ചെടികൾ, എനിക്ക് ഈ ചെടികൾ ഭയങ്കര ഇഷ്ടമാണോ ആയതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് മോന് വിശക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അപ്പോൾ എനിക്ക് ആസ്വദിക്കാൻ എത്ര അങ്ങ് കണ്ടു പറ്റിയില്ല കേട്ടോ. ഞാൻ അവൻ്റെ അടുത്ത് പോട്ട് മക്കളെ ഇപ്പോൾ എത്തും, എത്താറായി, കടയിൽ പോയിട്ട് നിനക്ക് എന്ത് വേണം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഭാഗ്യത്തിനൊരു കുഞ്ഞ് കട ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ ചോദിച്ചപ്പോൾ പിന്നെ ഈ ഇലയട ഉണ്ടായിരുന്നു, പിന്നെ കോഫി, ചായ, പിന്നെ പാല്, അതായത് ബൂസ്റ്റോ ഹോർലിക്സോ ഇട്ട് പാൽ, അങ്ങനെ മോനിന് നമ്മൾ ബൂസ്റ്റ് വാങ്ങി കൊടുത്തു കേട്ടോ. അത് കുടിച്ചപ്പോൾ ആൾ കുറച്ചൊന്ന് ആശ്വാസമായി കേട്ടോ. നമ്മളും ദൈവത്തിനോട് നന്ദി പറയും. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഇത് തോന്നി കേട്ടോ. നമുക്ക് ഫുഡ് കിട്ടാൻ വിശന്ന് കുഞ്ഞുങ്ങൾ കരയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സങ്കടം തോന്നില്ലേ, അങ്ങനെ. അപ്പോൾ നമ്മളതെല്ലാം കുടിച്ച് നല്ല കോഫി ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടുത്തെ പുളിയൊക്കെ വാങ്ങിച്ചായിരുന്നേ, കുറച്ച് പുളി വാങ്ങിച്ചായിരുന്നു. അങ്ങനെ പിന്നെയും നമ്മൾ യാത്ര തിരിച്ചു. ഈ ബസ് പോണത് കാണാൻ എന്ത് രസമല്ലേ ആ വഴി കൂടെ. അങ്ങനെ നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ കടയിലെത്തി കേട്ടോ. കുറച്ച് ദൂരം എത്തിയപ്പോൾ തന്നെ ഭാഗ്യത്തിൻ്റെ ഒരു കട കണ്ടു. സത്യം പറഞ്ഞാൽ നല്ല ഫുഡായിരുന്നു കേട്ടോ. അവിടുത്തെ നല്ല കണലിലൊക്കെ ഉണ്ടാക്കണ ദോശ, അപ്പം, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ആളിവിടെ എത്തിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. കാരണം ഫുഡ് കിട്ടില്ലെങ്കിലും കട എത്തിയല്ലോ, അപ്പോൾ ആൾക്ക് തോന്നി ഫുഡ് കിട്ടുമെന്ന് കേട്ടോ. ഈ കാണിക്കണേ ഉള്ളൂ അപ്പം. സത്യം പറഞ്ഞാൽ അപ്പം കഴിച്ചപ്പം തന്നെ ആൾ മതിയെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയായിരുന്നേ. നല്ല കടലക്കറി, വറുത്തരച്ച കടലക്കറി, അപ്പം, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളൊരു ഓംലേറ്റും പറഞ്ഞായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിച്ചു.
എന്നിട്ട് നമ്മൾ വരണ വഴിക്ക് ഒരു ഹണി മ്യൂസിയം എന്ന് പറഞ്ഞു കേട്ടോ, അങ്ങനെ കണ്ടു. അവിടെ കയറി കുറേ ഹാൻഡ് മെയ്ഡ് സോപ്പ്, പിന്നെ ഹണിയുടെ തന്നെ പിന്നെ മസാല കോഫി പൗഡേഴ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2-3 സോപ്പ് വാങ്ങിച്ചു, പിന്നെ ഒരു ഹണി വാങ്ങിച്ചു. അങ്ങനെയൊക്കെ അവർ ഹണി മ്യൂസിയം എന്നാണ് പറഞ്ഞത്, പക്ഷേ കുഞ്ഞു മ്യൂസിയം ആയിരുന്നു കേട്ടോ, ഭയങ്കര വലുതൊന്നുമല്ല, ചെറുതായിരുന്നു. പക്ഷേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഹണിയുടെ പല ഐറ്റംസും ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മളിനി വീട്ടിലോട്ട് പോട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.